ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ ഇവിടെ റെഡിയാക്കുന്നത്. അതിനായിട്ട് പാൻ ചൂടാകുമ്പോഴത്തേക്കും അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ താഴെ മാത്രം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇതൊന്ന് ചൂടായിട്ട് വരണം. ഇതിലോട്ട് ഒരു കോഴിമുട്ട ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ചിക്കി കൊടുക്കണം. പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒന്ന് സ്പാച്ചില വെച്ചിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. ഞാനിതിൽ ഉപ്പൊന്നും ചേർക്കുന്നില്ല. നമുക്ക് ഈ മുട്ട ഒന്ന് കോരി മാറ്റാം ഈ പാനിൽ നിന്ന്. മാറ്റിയതിന് ശേഷം ഒരു ടീസ്പൂൺ മാത്രം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഒരു സവാളയുടെ പകുതി, വലുതാണെങ്കിൽ പകുതി എടുക്കുക, ചെറുതാണെങ്കിൽ ഒന്ന് ഫുള്ളായിട്ട് തന്നെ എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സവാള ഒന്ന് തകർന്ന് കിട്ടിയാൽ മാത്രം മതി. എന്നിട്ട് അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. എല്ലാത്തും ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിന് എരിവിനായിട്ട് ഞാനിപ്പോൾ 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇതിന് പകരം ചില്ലി ഫ്ലേക്സ് എടുത്താലും മതി. നമുക്ക് ആവശ്യമുള്ളത് ഒരു ഉരുളക്കിഴങ്ങാണ്. ചെറിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ ഒരെണ്ണം എടുക്കുക, വലുതാണെങ്കിൽ പകുതി എടുത്താൽ മതി. ഇതേപോലെ നീളത്തിൽ നേരിയതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് വെന്ത് കിട്ടും. അല്ലാതെ ഞാനിപ്പോൾ ഇത് ബോയിൽ ചെയ്തിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ പച്ചക്ക് തന്നെ കട്ട് ചെയ്തിട്ട് ഇട്ടതാണ്. ഇതും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ കിഴങ്ങൊക്കെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് വെജാണ് ഉള്ളത് അത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇതന്നെ വേണമെന്നൊന്നുമില്ല. ഇതാവുമ്പോൾ ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനും നല്ലതാണ് കുട്ടികൾക്ക് സ്കൂളിലോട്ട്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കിട്ടും. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഈ സമയം നിങ്ങൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. വേണമെങ്കിൽ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു 1/2 ടീസ്പൂണ്. മഞ്ഞളിൻ്റെ ഒരു പച്ചക്കുത്ത് മാറുന്നത് വരെ ഇങ്ങനെ ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കുക. കയ്യിലുണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. അങ്ങനെ ഇപ്പം ഇത് മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിലോട്ട് 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാനിപ്പോൾ എടുക്കുന്നുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മൈദയിൽ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ചപ്പാത്തിയുടെ പൊടിയിലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. കട്ടകളുണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടാനും ഉപ്പ് എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഒന്നിങ്ങനെ മിക്സാക്കി എടുക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു കോഴിമുട്ടയാണ്. അത് ഇതിലോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഒന്നും കൂടി മിക്സാക്കി എടുക്കണം. നമുക്ക് ഇതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ദോശ മാവിൻ്റെ ബാറ്റർ ഉണ്ടാകുന്നില്ല, അതേപോലെ ആക്കിയെടുക്കാം. അപ്പോൾ പൊടിക്കനുസരിച്ചിട്ടുള്ള വെള്ളം നിങ്ങൾ ഒഴിച്ച് കൊടുത്താൽ മതി. ഓരോ പൊടിക്കും വ്യത്യാസം വരും. വെള്ളം എത്ര വേണമെന്ന് ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഫുൾ ഒഴിച്ചിട്ടില്ല. കട്ടകളില്ലാതെ ഒന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം കലക്കിയെടുക്കാനായിട്ട്. എന്നാൽ നമുക്ക് കട്ട പിടിക്കില്ല. പിന്നെ എളുപ്പത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്താലും മതി. ഇപ്പോൾ ഞാൻ 1/2 കപ്പ് വെള്ളമാണ് എനിക്ക് വേണ്ടി വന്നിട്ടുള്ളത്. ഫുള്ളായിട്ട് ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. നല്ലോണം ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഓരോ കയ്യിൽ വീതം ഇങ്ങനെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഇത്രയും മതി. സൈഡിലൊക്കെ ഇച്ചിരി ഓയിൽ, അതായത് 1 ടീസ്പൂണും താഴെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ സൈഡിലോട്ടായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് എത്രത്തോളം വേണം അത്രയും വെച്ചിട്ട് ഇതിന് നേരെ ഒന്ന് പകുതിയായിട്ട് മടക്കി കൊടുക്കാം. അതുപോലെ കയ്യിൽ വെച്ചിട്ട് സ്പാച്ചില വെച്ചിട്ട് ഒന്നിങ്ങനെ മടക്കിയെടുത്താൽ മതി. അപ്പോൾ ഓയിൽ ഒഴിച്ചിന് എന്തെന്ന് വെച്ചാൽ ഇതേപോലെ ഒന്ന് നമുക്ക് മൊരിഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഓയിൽ. നിങ്ങൾക്ക് ഓയിൽ വേണ്ടതിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അത് വളരെ കുറഞ്ഞ അളവിലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മസാലയൊന്നും പുറത്ത് പോകാതെ ഒന്ന് സൈഡിലോട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. തിരിച്ചും മറിച്ചും ഞാൻ ഇട്ടിട്ടുണ്ട്. 2 സൈഡിലും ഇതേപോലെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള ബാറ്റർ കൊണ്ടും മസാല കൊണ്ടും ഇങ്ങനെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. തീർച്ചയായും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. വളരെ എളുപ്പത്തിലാണ് ഇത് ഞാനിപ്പോൾ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.